ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം വാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കൂ എന്ന പ്രവർത്തനമാണ്. ഇവിടെ തന്നിട്ടുള്ള ചിത്രം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി അല്ലേ എന്താണെന്ന്? ചോദ്യം ABC എന്നിവ ഏത് അസ്ഥികളാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എ എന്ന് പറയുന്നത് തലയോട്ടിയാണ്, തലയോട്ടി. ബി എന്ന് പറയുന്നത് വാരിയെല്ല്, സി എന്ന് പറയുന്നത് തുടയെല്ല്. ഓക്കെ, എ തലയോട്ടി, ബി വാരിയെല്ല്, സി തുടയെല്ല്. ഇനി ബി ചോദ്യം, അസ്ഥികൂടത്തിൻ്റെ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും 2 അസ്ഥികളുടെ പ്രയോജനം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ, ഒന്നുകിൽ തലയോട്ടിയുടെ, അല്ലെങ്കിൽ വാരിയെല്ലിൻ്റെ, അല്ലെങ്കിൽ തുടയെല്ലിൻ്റെ, അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ 2 പ്രയോജനമാണ് കൂട്ടുകാർ എഴുതേണ്ടത്. അടുത്തത് പ്രവർത്തനം 2 ആണ്. കൂട്ടുകാർ പാനീയങ്ങൾ തയ്യാറാക്കുകയാണ്. ഒരാൾ പഞ്ചസാര ലായനിയും മറ്റൊരാൾ സംഭാരവും തയ്യാറാക്കി. ഇതിലെ ചോദ്യം, തയ്യാറാക്കിയ പാനീയങ്ങളിലെ കണികകളുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഈ മിശ്രിതങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു എന്നെഴുതുക. ഓരോന്നിനും ഓരോ ഉദാഹരണം കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്നിൽ പഞ്ചസാര ലായനിയും ഒന്നിൽ സംഭാരവുമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഏകാത്മക മിശ്രിതം എന്നാണ് പറയുക, ഏകാത്മക മിശ്രിതം. ഓക്കെ, ഇതിൽ പഞ്ചസാര ലായനി ഏകാത്മക മിശ്രിതവും സംഭാരം എന്ന് പറയുന്നത് ഭിന്നാത്മക മിശ്രിതവുമാണ്. ഓക്കെ, അടുത്തത് ഇതുപോലെ ഏകാത്മക മിശ്രിതത്തിന് നമുക്കൊരു ഉദാഹരണം എഴുതാം, ഉപ്പു ലായനി. ഓക്കെ, ഇനി ഭിന്നാത്മക മിശ്രിതമാണെങ്കിൽ നമുക്ക് നാരങ്ങാ വെള്ളം എഴുതാം. ഇനി അടുത്തത്, സോഡയിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. സോഡയിൽ ഏതൊക്കെയാണ്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയാണ്. ജലവും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി 3ാമത്തെ പ്രവർത്തനം, താഴെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ പരിശോധിക്കുക. 1 പടക്കം പൊട്ടുന്നു, 2 മിക്സി പ്രവർത്തിക്കുന്നു, 3 തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു. ചോദ്യം, ഇവയിൽ യാന്ത്രികോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതിലാണ് യാന്ത്രികോർജ്ജം പ്രയോജനപ്പെടുത്തുന്നത്? ഏതിലാണ്? മിക്സി പ്രവർത്തിക്കുന്നു എന്നതിലാണ്. മിക്സി പ്രവർത്തിക്കുന്നു. ഈ ചോദ്യം നോക്കാം. നിങ്ങൾ പരിശോധിച്ച സന്ദർഭങ്ങളിലെ ഊർജ്ജമാറ്റം പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1ാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് പടക്കം പൊട്ടുന്നു. അവിടെ ഊർജ്ജമാറ്റം എന്താണ്? അവിടെ എന്നുള്ളിടത്ത് നമ്മൾ എഴുതേണ്ടത് രാസോർജ്ജമാണ് അല്ലേ, രാസോർജ്ജമാണ് അഥവാ കെമിക്കൽ എനർജിയാണ്. പിന്നെ അവിടെ ബി എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റ് അല്ലേ, ലൈറ്റ് എന്ന് എഴുതാം. അതുപോലെ തന്നെ സി എന്നുള്ളിടത്ത് ലൈറ്റും പിന്നെ അതിൻ്റെ കൂടെ എന്താ ഉണ്ടാകുന്നത്? ലൈറ്റ്, ശബ്ദം പ്ലസ് താപം. ഓക്കെ, ലൈറ്റ്, ശബ്ദം പ്ലസ് താപം. ഇനി മിക്സി പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്താണ്? വൈദ്യുതോർജ്ജമാണ്, വൈദ്യുതോർജ്ജമാണ്. അവിടെ താപം പ്ലസ് പിന്നെ ഉണ്ടാവുന്നത് എന്താണ്? യാന്ത്രികോർജ്ജം പ്ലസ് ശബ്ദം എന്നുള്ളതാണ്. അടുത്തതായിട്ട് തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു എന്നുള്ളതാണ്. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ അവിടെ രാസോർജ്ജമാണ് ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ഒന്ന് ലൈറ്റ് പ്ലസ് താപം പ്ലസ് ശബ്ദം. ഓക്കെ, പ്രവർത്തനം 4 നോക്കൂ. ഇവിടെ ചിത്രീകരണം നിരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. അവിടെ ആൻസേഴ്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ബാക്ടീരിയ, പാമ്പ്, വായു, നെല്ല്, സൂര്യപ്രകാശം, മണ്ണ്, ജലം ഇവയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആവാസ വ്യവസ്ഥയിലെ ഘടകങ്ങൾ ഉൾപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ചല്ലോ. ഇവയെ പൊതു സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് ജീവനുള്ളതും മറ്റൊന്ന് ജീവനില്ലാത്തതും. ഇപ്പോൾ ജീവനുള്ളത് എന്നതിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഇതിൽ ജീവനുള്ളത് ഏതൊക്കെയാണ്? ബാക്ടീരിയ, പാമ്പ്, അതുപോലെ തന്നെ ബാക്ടീരിയ, പാമ്പ്, നെല്ല്, ഇതിനെ 3നെയും കൊടുക്കാം. ഇനി ജീവനില്ലാത്തതിലാണെങ്കിൽ നമുക്ക് സൺലൈറ്റ്, അതുപോലെ തന്നെ സൂര്യപ്രകാശം, വായു, മണ്ണ്, ജലം ഇവയെയും നമുക്ക് കൊടുക്കാം. ഇനി ആവാസ വ്യവസ്ഥയിലെ ഘടകങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയും ആവശ്യകത വ്യക്തമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഥവാ നമുക്കറിയാം, ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ ഒരാൾ ഇല്ലാതായി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഭക്ഷണം ഇല്ലാതാവുകയും അവർ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യും. അപ്പോൾ ഓരോ ആവാസ വ്യവസ്ഥയിലെ ചെയിനും വളരെയധികം വിലപ്പെട്ടതാണ്. ഓരോന്നും അഥവാ സംഘാടകരായിക്കോട്ടെ ഉൽപ്പാദകരായിക്കോട്ടെ ഏതാണെങ്കിലും എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവയെ സംരക്ഷിക്കേണ്ടതും വളരെയധികം അത്യന്താപേക്ഷിതമാണ്.
ഇനി പ്രവർത്തനം 5. മാർച്ച് മാസത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറെ ചക്രവാളത്തിന് മുകളിലായി വേഴത്തെയും അതിനു മുകളിൽ നന്നായി തിളങ്ങി നിൽക്കുന്ന ശുക്രനെയും കാണാം. കൂടാതെ നമുക്ക് പരിചിതമായ നക്ഷത്രഗണങ്ങളെയും കണ്ടെത്താവുന്നതാണ്. ഈ ചോദ്യം ഏതെല്ലാം സവിശേഷതകളെ അടിസ്ഥാനമാക്കിയാണ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും തിരിച്ചറിയുന്നത്? ഏതിനൊക്കെയാണ്? നക്ഷത്രങ്ങൾ നമുക്കറിയാം, സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ മിന്നുന്നതല്ല. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെക്കാൾ കൂടിയ തിളക്കത്തിലും വലുപ്പത്തിലുമാണ് പൊതുവെ ഗ്രഹങ്ങളെ കാണുന്നത്. അപ്പോൾ അത് രണ്ടും നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ഏത് നക്ഷത്രഗണത്തെ സൂചിപ്പിക്കുന്നു? ഇത് ഏതാണ്? കാസിയോപ്പിയയാണ്. ഓക്കെ, കാശിയപ്പി എന്നും അല്ലെങ്കിൽ കാസിയോപ്പിയ എന്നുമാണ് നമ്മൾ പറയാറ്. ഇതൊരു നക്ഷത്രക്കൂട്ടമാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന നക്ഷത്രഗണത്തെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇതെന്താണ്? സപ്തർഷികളാണ്. ബിഗ് ടിപ്പർ അല്ലെങ്കിൽ സപ്തർഷികൾ എന്നാണ് ഇതിനെ പറയുക. ഇനി 6. ചുവടെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങൾ പരിശോധിക്കൂ. 1. കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നു. രണ്ടാമത്തേത് ചായയിൽ നിന്നും ചായപ്പൊടി നീക്കം ചെയ്യുന്നു. ഈ 2 സന്ദർഭങ്ങളിലും ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിച്ച രീതികൾ ഏവ വിശദീകരിക്കുക. ഇവിടെ കടൽ ജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ബാഷ്പീകരണമാണ് സംഭവിക്കുന്നത്. ചായയിൽ നിന്നും ചായപ്പൊടി നീക്കം ചെയ്യുക എന്ന് പറയുന്നത് അവിടെ അരിക്കലാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് ബാഷ്പീകരണവും രണ്ടാമത്തേത് അരിക്കലുമാണ്. ഇനി കിണറും കക്കൂസ് ടാങ്കും തമ്മിൽ ചുരുങ്ങിയത് 7.5 മീറ്റർ എങ്കിലും അകലം വേണമെന്ന് പറയാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ്? നമുക്കറിയാം, അവ തമ്മിൽ ആ ഡിസ്റ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വേസ്റ്റ് എല്ലാം നമ്മുടെ കിണറിലേക്ക് ഊഴ്ന്നിറങ്ങുകയും കിണറിലെ വെള്ളം വേസ്റ്റ് ആവുകയും മലിനമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് വേണം എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ പ്രവർത്തനം വിവിധ ശരീരഭാഗങ്ങളിലെ സന്ധികളും അവയുടെ പ്രത്യേകതകളും പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. തന്നിരിക്കുന്ന പട്ടിക ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പട്ടികയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കാൽമുട്ട്, കഴുത്ത്, തോളല് സന്ധി, ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സന്ധികളും അതിൻ്റെ പ്രത്യേകതകളും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കറക്റ്റായ രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കാൽമുട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? കീലസന്ധി, ഗോളരസന്ധി, വിജാഗിരി സന്ധി. ഇതിലെ ഏതാണ് കാൽമുട്ടുമായി ബന്ധപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതയും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ആൻസർ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ കറക്റ്റായിട്ട് വരച്ച് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. അല്ല നമ്പർ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കാൽമുട്ടുമായി ബന്ധപ്പെട്ടത് വിജാഗിരി സന്ധിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് കഴുത്താണ്. കഴുത്തുമായി ബന്ധപ്പെട്ടത് നമ്മുടെ കീലസന്ധിയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇരുദിശകളിലേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി തോളൽ സന്ധിയാണ്. തോളൽ സന്ധിയുമായി ബന്ധപ്പെട്ടത് ഗോളരസന്ധി. പ്രത്യേകത എന്ന് പറയുന്നത് പല ദിശകളിലും ചലിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇടുപ്പല് സന്ധിയുടെ ചിത്രം നിരീക്ഷിച്ചല്ലോ. ഇനി ഈ സന്ധിയുടെ പ്രവർത്തനം ക്ലാസ് മുറി വിശദീകരിക്കുന്നതിന് വേണ്ടി ചുറ്റുപാടുമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു മാതൃക നിർമ്മിക്കണം. അതിനാവശ്യമായ വസ്തുക്കളുടെ പേരെഴുതാനാണ്, വസ്തുക്കളും അതിൻ്റെ നിർമ്മാണ രീതിയും എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് കാർഡ്ബോർഡ്, അതുപോലെ തന്നെ 2 പ്ലാസ്റ്റിക് ബോള്, അതുപോലെ തന്നെ സ്റ്റിക്ക്, ഇവയൊക്കെയാണ് ആവശ്യമുള്ളത്. എന്നിട്ട് നമ്മൾ ബോളിനെ നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം ഇത് നമ്മുടെ കാർഡ്ബോർഡുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഇവിടെ ചെയ്യേണ്ട പരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു യു കാന്തവും ബാർ കാന്തവും വരച്ച് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ, ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് ഒരു മോഡല്. കൂട്ടുകാർ ഒരു കാന്തം വരച്ചിട്ട് അതിൻ്റെ 2 ധ്രുവങ്ങളും അടയാളപ്പെടുത്തണം. എവിടെയാണ് അതിൻ്റെ ഓരോ സൈഡ് നെഗറ്റീവ് എവിടെയാണ് പോസിറ്റീവ് എവിടെയാണെന്ന് യു കാന്തത്തിൻ്റെയും ബാർ കാന്തത്തിൻ്റെയും അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ഒരു പാത്രത്തിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തെർമോക്കോൾ കഷ്ണത്തിൻ്റെ ഒരു ബാർ കാന്തം വെച്ചു. അപ്പോൾ ബാർ കാന്തവും തെർമോക്കോൾ കഷ്ണവും ഒരുമിച്ച് ദിശ മാറുന്നതായിട്ട് കണ്ടു. ഇതിൻ്റെ കാരണം വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് രണ്ടും ഒരേ സമയത്ത് മൂവ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മൂവ് ചെയ്യാനുണ്ടായ കാരണമാണ് നമ്മളിവിടെ
വിശദീകരിക്കേണ്ടത്. അപ്പോൾ എന്താണ്, നമുക്കറിയാം ഒരു മാഗ്നറ്റ് അഥവാ കാന്തം എന്ന് പറയുന്നത് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ടാണ്. ഇനി കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ ആണ് കാന്തം നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഭൂമിയും ചന്ദ്രനും സൂര്യനും ഉൾപ്പെടുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഇവിടെ ചിത്രം 1ഉം 5ഉം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവ ഇങ്ങനെ കാണപ്പെടാനുള്ള കാരണവും നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് അമാവാസിയാണ്. ഓക്കെ, അതുപോലെ അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ്. 5 എന്ന് പറയുന്നത് പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവ്. ഓക്കെ, ഇനി ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള കാരണമാണ്. അപ്പോൾ കൂട്ടുകാർ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമുക്കറിയാം സൂര്യനും ചന്ദ്രനും എന്താണ്, നമുക്ക് അതിൻ്റെ ദിശ മാറുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ അമാവാസിയും അതുപോലെ തന്നെ വെളുത്ത വാവും പൗർണമിയും എല്ലാം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ഇനി ചന്ദ്രന് വൃതിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചന്ദ്രന് വൃതിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. വൃതിക്ഷയം സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ദ ഡിഫറൻസ് ഇൻ ദ വിസിബിലിറ്റി ഓഫ് ദ ലൈറ്റ് ആൻഡ് ദ ഡാർക്ക് ഏരിയാസ് ഓഫ് ദ മൂൺ വെർ ഒബ്സർവ്ഡ് ഇൻ ദ ഇതിൻ്റെ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലൈറ്റനിങ്ങിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ, അതുകൊണ്ടൊക്കെയാണ് അതിന് വൃതിക്ഷയം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് പ്രവർത്തനം 10 ആണ്. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഉരുളൻകിഴങ്ങ്, തക്കാളി, ചീര, പയറ് എന്നിവ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഏത് ഭക്ഷ്യവസ്തുവിലാണ് കൂടുതൽ അന്നജം അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതിലാണ് കൂടുതൽ അന്നജം അടങ്ങിയിട്ടുള്ളത്? ഏതിലാണ്? മുരിങ്ങയിലയിലാണോ, ഉരുളൻകിഴങ്ങിലാണോ, തക്കാളിയിലാണോ, ചീരയിലാണോ, പയറിലാണോ? ഏതിലാണ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്? ഉരുളൻകിഴങ്ങിലാണ്. ഓക്കെ, ഇനി എങ്ങനെ കണ്ടെത്താം? നമുക്ക് അയഡിൻ ടെസ്റ്റ് നടത്തിയാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഉരുളൻകിഴങ്ങിനാണ് കൂടുതൽ അന്നജമുള്ളത് എന്ന്. ബി, ധാനികത്തിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ധാനികത്തിൻ്റെ ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂട്ടുകാരെ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം എഴുതാൻ പോവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.